Hello everyone, this is Moon Kitty. Welcome to my channel. ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സോ ഇതിൽ ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷനും പിന്നെ ഒരു ചെറിയ വ്ളോഗും ചേർന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ മെയിനായിട്ട് ഈ ചാനലിൽ ഞാൻ എന്താ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് പേഴ്സണൽ ഹോബീസും എൻ്റെ കുറച്ച് തോട്ട്സും പിന്നെ എൻ്റെ പെറ്റ് ക്യാറ്റ്സിനെ പറ്റിയും അങ്ങനെ എൻ്റെ ഒരു ചെറിയ ലോകത്തിലുള്ള ചില ഹാപ്പിനെസ് ഒക്കെ ആണ് ഞാൻ ഈ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഹോബീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ടും എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നുള്ള പരിപാടികളായിരിക്കും കൂടുതലും. അതായത് ആർട്ട് വർക്ക്സ്, ക്രാഫ്റ്റ്, DIY, ഡെക്കോർ പ്രോജക്ട്സ്, അതേപോലെ പിന്നെ ഗാർഡനിങ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോപ്പിംഗ്, അങ്ങനെ ചില ഹോബീസൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെപ്പറ്റിയായിരിക്കും മെയിനായിട്ട് എൻ്റെ വീഡിയോസ് ഉണ്ടാവുക. ഈ ടേബിളിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന പുള്ളിയില്ലേ, ഇവളെൻ്റെ പെറ്റ് ക്യാറ്റാണ്. ഇവൾ കൂടാതെ എനിക്ക് 3 ക്യാറ്റ്സ് കൂടെ ഉണ്ട്. വരുന്ന വീഡിയോസ് ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. ഇന്നത്തെ വ്ളോഗിൻ്റെ മെയിൻ കണ്ടൻറ്റ് സോഫ്റ്റ് ജെൽ നെയിൽസ് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ നെയിൽസൊക്കെ വെക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സോഫ്റ്റ് ജെൽ നെയിൽസ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ സൺ മിനി UV ജെൽ ലാമ്പ് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതായിരിക്കും. ഇറ്റ്സ് പ്രിറ്റി കോമൺ. ഞാനിത് ഒരു 2-3 ഇയേഴ്സ് 3 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഫാർ ഇറ്റ്സ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ജെല്ല് ക്യൂർ ചെയ്യാനാണ് ആ ലാമ്പ് ഉപയോഗിക്കുന്നത്. ഈ കാണിക്കുന്നതാണ് സോഫ്റ്റ് ജെൽ ടിപ്സ്. ഇത് പല ഷേപ്പിലും പല സൈസിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാം, ഇത് ക്ലിയർ ആയിട്ടുള്ള ജെൽ ടിപ്സാണിത്. അത് ഓരോ വിരലിനുള്ളതും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബിക്കോസ് ഓരോരുത്തരുടെയും നെയിൽ ബെഡ് ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കുമല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള ഒത്തിരി സൈസ് വെറൈറ്റീസ്, സൈസ് റേഞ്ചസും ഓരോ ബോക്സിലും ഓരോ നെയിലിനും വരുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 2 സൈസാണുള്ളത്, മീഡിയം ആൽമണ്ടും ഷോർട്ട് ആൽമണ്ടും. നെയിൽ ആർട്ട് ചെയ്യുന്ന ഒരു കിറ്റ് തന്നെ എൻ്റെ അടുത്തുണ്ട്. കാരണം ലാസ്റ്റ് 3 ഇയേഴ്സായിട്ട് ഞാൻ പല മെറ്റീരിയൽസ് ട്രൈ ചെയ്ത ഒരാളാണ്. ആക്രിലിക്സും അങ്ങനെ മാർക്കറ്റിലുള്ള സകല ഇതും എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഏറ്റവും ഡ്യൂറബിളായിട്ടുള്ള ഒരു ഇതിലോട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സോഫ്റ്റ് ജെൽ നെയിൽസിലാണ്. അപ്പം ഇതൊക്കെ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷനൊക്കെയാണ്. എല്ലാം തീർന്നു. ഐ നീഡ് ടു വിസിറ്റ് എ ഷോപ്പ് ആസ് സൂൺ ആസ് പോസിബിൾ. ഞാൻ റെഗുലറായിട്ട് നെയിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി നെയിൽ പോളിഷ് തീരാറായിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് ഈ ടൂൾസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ അക്രിലിക് നെയിൽസിനെ ഞാൻ യൂസ് ചെയ്തിരുന്നത്, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കാണിക്കുന്നതാണ് സ്റ്റാമ്പ്. ഇതും നിങ്ങൾ ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടു കാണും. നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെയിൽ സ്റ്റാമ്പാണിത്. ഇതും ഇറ്റ്സ് വെരി ഓൾഡ്, 3 വർഷമായതാണ്. ഇറ്റ്സ് സ്റ്റിൽ ഇൻടാക്റ്റ് ആൻഡ് വെരി ഗുഡ്. ഇപ്പോഴും എല്ലാം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അന്നൊരു 2000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുള്ളെങ്കിലും ഐ യൂസ്ഡ് ഓൾ ദീസ് ഫോർ 3 ഇയേഴ്സ്. അങ്ങനെ നോക്കുമ്പം ദിസ് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ. സലൂണിൽ പോകുന്നതിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ഇതാണ്. ഇതൊരു ഗ്ലാസ് നെയിൽ ഫയലാണ്. ഇതിന് മുമ്പേ കാണിച്ചത് വേഗയുടെ ഒരു നെയിൽ ക്ലിപ്പറാണ്. സോഫ്റ്റ് ജെൽ നെയിൽസ് ചെയ്യാനുള്ള ടൂൾസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് മീഡിയം ആൽമണ്ട് സൈസാണ്. ഇതൊരു 6-in-1 നെയിൽ ഗ്ലൂ ആണ്. ഇത് നമുക്ക് ടോപ്പ് കോട്ട്, ബേസ് കോട്ട്, അതുപോലെ നെയിൽ ഗ്ലൂ, നെയിൽ സ്കൾപ്റ്റിങ്, ചാംസ് ഒട്ടിക്കാൻ എല്ലാത്തിനും നമുക്കിത് യൂസ്ഫുൾ ആവും. 6 യൂസസ് ഉണ്ട് ഈ സെയിം ഗ്ലൂ ജെൽ. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നമ്മളിപ്പോൾ ടോപ്പ് കോട്ട്, ബേസ് കോട്ടൊക്കെ മേടിക്കുന്നതിന് ഈ ഒരൊറ്റ സാധനം മാത്രം മതി. ആൻഡ് ദിസ് ഈസ് ക്യാറ്റ് ഐ ജെൽ പോളിഷ്. ഇന്ന് ഞാൻ ക്യാറ്റ് ഐ ആണ് ചെയ്യാൻ പോകുന്നത്.
പ്ലെയിൻ ആയിട്ടുള്ള നെയിൽ പോളിഷസ് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. എന്നാലും ഇതൊരു ഫാസിനേറ്റിംഗ് സംഭവമാണ്. ക്യാറ്റ് ഐ നെയിൽ പോളിഷ് എന്ന് വെച്ചാൽ ഒരു 3D എഫക്റ്റ് കിട്ടും. നേരത്തെ വീഡിയോസിൽ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ നമ്മൾക്കിന്ന് കാണാം. ആൻഡ് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ടൈപ്പ് ഓഫ് നെയിൽ ക്ലിപ്പറാണ്. ഇത് നമ്മുടെ നാച്ചുറൽ നെയിൽസ് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സോഫ്റ്റ് ജെൽ ടിപ്സ് ഇപ്പം നമ്മൾക്ക് അത്രയും നീളം വേണ്ട, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി ഷോർട്ടാക്കണം, അതിൻ്റെ ലെങ്ത്ത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ക്ലിപ്പറാണ് ഇത്. ലാക്മേയുടെ ഒരു നെയിൽ പോളിഷ് റിമൂവർ, ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റാൻ. ഇനി ഒരു ടോപ്പ് കോട്ടുണ്ട്. ഈ ടോപ്പ് കോട്ടിന് പകരം ആ 6-in-1 തന്നെ ഉപയോഗിക്കാം. ബട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ടോപ്പ് കോട്ടാണ് ഉപയോഗിക്കുന്നത്. അഗെയിൻ ഇറ്റ്സ് ദ സെയിം തിങ്. ഇത് ഞാൻ റീസെൻ്റായിട്ട് മേടിച്ചത് കേട്ടോ. ഇറ്റ്സ് വെരി യൂസ്ഫുൾ, സൂപ്പർ നെയിൽ ഫയലാണിത്. അത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു നെയിൽ ഫയലാണ്. പിന്നെ ഇതെന്താണെന്നറിയോ? ഇതൊരു മാഗ്നറ്റിക് സ്റ്റിക്കാണ്. 2 സൈഡിലും മാഗ്നറ്റ്സ് ഉണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ക്യാറ്റ് ഐ ജെൽ പോളിഷിന് അതിനകത്ത് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് ഓരോ ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ആ നെയിൽ പോളിഷിൻ്റെ മേളിൽ കൊടുക്കുമ്പോൾ ആ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി നല്ലൊരു 3D എഫക്റ്റ് കിട്ടും. അതിനുപയോഗിക്കുന്നതാണിത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ് ദ സോഫ്റ്റ് ജെൽ ടിപ്സ്. ആദ്യം തന്നെ നെയിൽ ട്രിം ചെയ്യാം. ഞാൻ എൻ്റെ നാച്ചുറൽ നെയിൽസ് ഒത്തിരി ട്രിം ചെയ്യുന്നില്ല. ജസ്റ്റ് സൈഡ്സ് മാത്രം ട്രിം ചെയ്തിട്ട് ഫയൽ ഉപയോഗിച്ച് ആ കോർണേഴ്സ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒത്തിരി പേര് ഇങ്ങനെ നെയിൽ ക്ലിപ്പ് ചെയ്ത്, ട്രിം ചെയ്ത്, ഡീഹൈഡ്രേറ്റ് ചെയ്ത്, പിന്നെ ക്യൂട്ടിക്കിൾസൊക്കെ പുറകോട്ട് മാറ്റി ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്ത്. ഞാൻ ഈ സ്റ്റെപ്സ് ഒന്നും സാധാരണ ചെയ്യാറില്ല. കാരണം നെയിലിനത് ഒത്തിരി ഡാമേജിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ക്യൂട്ടിക്കിൾസ് ദൈവം സഹായിച്ച് വലിയ ഡ്രൈ അല്ല, അത് നെയിൽ ബെഡുമായിട്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി അതിങ്ങനെ പുറകോട്ടാക്കി അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ എല്ലാവരുടെയും ക്യൂട്ടിക്കിൾ അങ്ങനെ ആവണമെന്നില്ല. ഡ്രൈ ആൻഡ് പാച്ചി ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് ഉള്ളവർ ദയവ് ചെയ്ത് അത് റിമൂവ് ചെയ്ത് നീറ്റാക്കിയിട്ട് മാത്രം ചെയ്യുക. ഞാൻ ജസ്റ്റ് നെയിൽ ട്രിം ചെയ്യുകയും പിന്നെ ഒരു ബഫർ ഉപയോഗിച്ച് ബഫ് ചെയ്യുക മാത്രമേ ചെയ്യാറുള്ളൂ. സോ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ നെയിൽസിൻ്റെ 2 സൈഡ് റൗണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൗണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ് ജെൽ ടിപ്സ് സ്റ്റിക്ക് ചെയ്യുമ്പം നല്ല റിട്ടൻഷൻ കിട്ടാനത് സഹായിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുമല്ല സൈഡിലുള്ള നെയിൽസ് സ്ക്വയർ ഷേപ്പിൽ ഇരിക്കുവാണെങ്കിൽ എന്തെങ്കിലും തട്ടോ എവിടെയെങ്കിലും ഇടിക്കുകയോ എല്ലാം ചെയ്താൽ നമ്മുടെ നാച്ചുറൽ നെയിൽസും ചേർന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ റൗണ്ട് ആക്കുന്നത്. നെയിൽ ട്രിം ചെയ്യുന്ന സമയത്ത് ഒത്തിരി പൗഡർ പോലെ നെയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ബ്രഷ് വെച്ച് അതൊന്ന് റിമൂവ് ചെയ്ത് കളയുക, ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ. ഇനി നമുക്ക് തമ്പ് ഫിംഗറിലേക്ക് ഒരു സോഫ്റ്റ് ജെൽ ടിപ്സ് എടുത്ത് നോക്കാം. സോ ഇതാണ് ഒരു തമ്പിൻ്റെ സോഫ്റ്റ് ജെൽ ടിപ്പ്. ഇതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ബഫ് ചെയ്ത ഒരു സ്ഥലവും കാണും, ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലവും കാണും. ഈ ബഫ് ചെയ്ത ഏരിയ റഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നെയിൽ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ ആ റഫായിട്ടുള്ള ഏരിയയും ബഫ് ചെയ്ത നമ്മുടെ നെയിലും തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. അത് കാരണം നെയിൽ ഇളകി പോകാതിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ബ്ലറായിട്ടുള്ള പാർട്ടുള്ളത്. സോ അവിടെയാണ് നമ്മൾ ഗ്ലൂ ഉപയോഗിക്കേണ്ടത്. സോ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ നെയിലിൻ്റെ പാകത്തിന് ആ സോഫ്റ്റ് ജെൽ ടിപ്പിനെ മോഡിഫൈ ചെയ്യുവാണ്. എൻ്റെ നെയിൽ ബെഡ് നോക്കുവാണെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് താഴ്ഭാഗം ഉള്ളത്. അപ്പോൾ പക്ഷേ ഇതിൽ റൗണ്ട് ഷേപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ നെയിൽ ക്ലിപ്പർ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിലാക്കിയപ്പോഴത്തേക്കും അത് പെർഫെക്റ്റ് ഫിറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ് നമ്മുടെ ഓരോ സോഫ്റ്റ് ജെൽ ടിപ്സും ഓരോ നെയിൽ ബെഡിൽ പെർഫെക്റ്റായിട്ട് സിറ്റ് ചെയ്യുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഒന്നുകിൽ ചെറുതായിരിക്കും, ചില സമയത്ത് വലുതായിരിക്കും. ചെറുതോ വലുതോ ആണെങ്കിൽ
അത് ലാസ്റ്റ് ചെയ്യില്ല, ഇളകി വരും, കാണാനും ഭംഗി കാണില്ല. സോ വലുതാണെങ്കിൽ നമുക്ക് ട്രിം ചെയ്ത് ചെറുതാക്കാം, ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സെലക്ഷൻ ഓഫ് ദി സോഫ്റ്റ് ജെൽ ടിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ വിരലിനും തനിച്ച് നോക്കി മോഡിഫൈ ചെയ്യാനുള്ളത് മോഡിഫൈ ചെയ്ത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഓരോ ഫിംഗറിനുള്ളതും മാറ്റി ഇങ്ങനെ വെക്കുക. സോ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഓരോ കൈയിൻ്റെയും സൈസ് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്ത് അതേ ഓർഡറിൽ തന്നെ നമുക്ക് ടേബിളിൽ വയ്ക്കാം. അപ്പോൾ എടുക്കാൻ എളുപ്പമാവും. ഞാനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡിനുള്ളതെല്ലാം ട്രിം ചെയ്ത് സൈസ് കറക്റ്റാക്കി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നെയിൽ ക്ലിപ്പർ ഉപയോഗിച്ച ശേഷം ആ കട്ട് ചെയ്ത സ്ഥലത്ത് റഫായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു നെയിൽ ഫയൽ എടുത്ത് അതിനെ സ്മൂത്താക്കി കൊടുക്കാവുന്നതാണ്. റഫ് എഡ്ജസ് ആണെങ്കിൽ കൈ വേദനിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സ്മൂത്താക്കി കൊടുത്താൽ ആ പ്രശ്നം സോൾവ് ആവും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യോ ഇത് എന്ത് കഷ്ടമുള്ള പണിയാണ്, എത്ര നേരം എടുക്കും ഇത് ഓരോന്ന് ചെയ്യാൻ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ എന്തായാലും വേണ്ടി വരും. നിങ്ങളിപ്പോൾ സലൂണിൽ പോയാലും 2 കൈ ചെയ്ത് തരണമെങ്കിൽ അവർ മിനിമം 1 അവർ എടുക്കും. നിങ്ങളവിടെ പോയിരുന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും എനിവേസ് 1 അവർ ആകും. പക്ഷേ ഇത് വീട്ടിൽ ചെയ്തു പോയത് 1-2 വട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് ആൻ അവർ കൂടെ വേണ്ട. അതിന് മുന്നേ നിങ്ങൾക്ക് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് നെയിൽ പോളിഷ് ഇട്ട് യു ക്യാൻ ഗോ. അങ്ങനെ ഉള്ള ഒരു പ്രോസസ്സാണ് ഇത്. ഭയങ്കര എളുപ്പമാണ്. കാണുമ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെന്ന് വെച്ചാലും ട്രസ്റ്റ് മീ, ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഇത് ലാസ്റ്റ് ചെയ്യുമോയെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും ലാസ്റ്റ് ചെയ്യും. ഞാൻ ഈ പറയുന്ന ഈ ടെക്നിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു 2-3 വീക്സ് എങ്ങനെയാണെങ്കിലും ഇത് ലാസ്റ്റ് ചെയ്യും. ഇപ്പം നെയിലിൻ്റെ സൈസ് അനുസരിച്ച് 2 കൈയിലെ ഞാൻ സോഫ്റ്റ് ജെൽ ടിപ്സ് സെലക്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ജെൽ നെയിൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ബഫറാണ്. ഇതിൻ്റെ ഓരോ സൈഡിലും ഓരോ ടൈപ്പ് ഗ്രെയിൻസ്, ഓരോ സൈസിലുള്ള ഗ്രെയിൻസാണ് ഉള്ളത്. അതിൽ ഒരു മീഡിയം സൈസ് വരുന്ന ഗ്രെയിൻസ് വരുന്ന സൈഡ് ഉപയോഗിച്ച് നെയിലൊക്കെ ഒന്ന് ജസ്റ്റ് ബഫ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഔട്ടർ ലെയർ മാത്രം ഒന്ന് റഫാക്കി കൊടുത്താൽ മതി. ഇത് എന്തിനാന്ന് വെച്ചാൽ നെയിൽ ഗ്ലൂ നല്ലപോലെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെയിൽ ലാമ്പ് ഓൺ ചെയ്ത് റെഡിയായി വെക്കുക. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാമ്പിൻ്റെ അടുത്ത് ഈ നെയിൽ ഗ്ലൂവോ അല്ലെങ്കിൽ ഈ ജെൽ നെയിൽ പോളിഷോ ഒന്നും വെക്കാതിരിക്കുക. അത് ക്യൂറായി പോവും. അതുകൊണ്ട് ലാമ്പ് തനിച്ച് കുറച്ച് ദൂരെ വെക്കുന്നതാണ് സേഫ്. ഓക്കെ, ഇപ്പോൾ നെയിൽ ബെഡ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് തുടങ്ങാം. തമ്പിൽ ഉള്ള സോഫ്റ്റ് ജെല്ല് എങ്ങനെ നെയിൽ ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാമെന്ന് നോക്കാം. 6-in-1 നെയിൽ ഗ്ലൂ ജെൽ എടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നിങ്ങൾ? ഒരു എന്താ പറയുന്ന, ഒരു ഫെവിക്കോളിൻ്റെ ഒക്കെ പോലെ ഒരു സെമി ലിക്വിഡ് ജെല്ലി ടൈപ്പാണ്. അത് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന പോലെ നെയിലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരത്യാവശ്യം തിക്നെസ് വേണം, എന്നാലേ ആ നെയിൽ അതിൽ പിടിച്ചിരിക്കുകയുള്ളൂ. തീരെ കുറച്ചായി പോരുത്, എന്നാൽ എമൗണ്ട് കൂടിപ്പോവുകയും ചെയ്യരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നെയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് സൈഡിലേക്ക് വന്ന് കയ്യിൽ ഫുള്ളാവും. അത് ഭയങ്കര കുറച്ച് മെസ്സി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് കയ്യിലൊക്കെ ആയ ഗ്ലൂ പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും. സോ കറക്റ്റ് എമൗണ്ട് എടുക്കാൻ
ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് വെച്ച് കറക്റ്റ് പൊസിഷനാണോ നോക്കുക. കാരണം ഒരിക്കൽ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ച് ഇളക്കി പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് ഒരിക്കൽ ക്യൂർ ആയതാണ്. സോ അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ലാമ്പിനടിയിൽ വെക്കുക. സാധാരണഗതിയിൽ UV ജെൽ നെയിൽസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ 6-in-1 നെയിൽ ഗ്ലൂവിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ലാമ്പിനടിയിൽ പിടിച്ച ഒരു 6 to 7 സെക്കൻഡ്സിൽ തന്നെ അത് കംപ്ലീറ്റ്ലി ക്യൂർ ആവും. എന്ത് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആവുമെന്നറിയോ? സാധാരണഗതിയിൽ നെയിൽ ഗ്ലൂ എത്ര നേരം നമ്മളൊരു 30 സെക്കൻഡ് 60 സെക്കൻഡൊക്കെ വെച്ചാലേ ക്യൂർ ആവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആൽക്കഹോൾ വൈപ്പ് എടുത്തിട്ട് ഈ എക്സസൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഈ നെയിൽ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളയുന്നതാണ്. സോ ഇനി നമ്മൾ ഓരോരോ ഫിംഗറായിട്ട് സോഫ്റ്റ് ജെൽ ടിപ്സ് അപ്ലൈ ചെയ്യുവാണ്. ഞാനിത് റിയൽ ടൈമിൽ വീഡിയോ കാണിക്കുവാണ്. സ്പീഡാക്കിയിട്ടില്ല, സ്ലോയും ചെയ്തിട്ടില്ല. എത്ര പെട്ടെന്ന് അത് ക്യൂർ ആവുന്നത്, എത്ര പെട്ടെന്ന് എന്ത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി റിയൽ ടൈമിൽ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, പെട്ടെന്ന് അത് ക്യൂറായി വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കൈ ഒന്ന് എടുത്തിട്ട് അത് പൊസിഷൻ മാറിപ്പോയിട്ടില്ലല്ലോ, കറക്റ്റാണല്ലോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ എന്തിനാണ് ഈ പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ നെയിൽ ബെഡ് ഭയങ്കര വളഞ്ഞിട്ടാണ്, അതായത് കേർവ്ഡ് ആയിട്ടുള്ള നെയിലാണ് എനിക്ക്. അപ്പോൾ ഈ സോഫ്റ്റ് ജെൽ ടിപ്സ് നേരെ ഒട്ടാതെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെയിലിൻ്റെ അതേ ഷേപ്പിൽ അത് ക്യൂറായി വരും. കണ്ടോ, ഈ ഫിംഗറിലതും എത്ര പെട്ടെന്നാണ്, എത്ര നല്ല ഫിനിഷിലാണ് ക്യൂറായിരിക്കുന്നതെന്ന് കണ്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫിംഗേഴ്സിലും ഞാൻ ചെയ്യുകയാണ്. ഞാൻ വീഡിയോ സ്പീഡപ്പ് ആക്കാത്തതിൻ്റെ കാരണം ഇത് എത്ര സിമ്പിളാണെന്ന്, എത്ര ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നെയിൽസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ ഈ UV റേസിൽ എക്സ്പോസ്ഡ് ആവുകയാണ്. പക്ഷേ അതിലും കാര്യമുണ്ട്. വേറെ മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോഴെല്ലാം, അതായത് ഒരു 30 to 60 സെക്കൻഡ്സ് ക്യൂറിങ് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഓരോ ഫിംഗറും എത്ര നേരം UV റേസിൽ എക്സ്പോസ്ഡ് ആണെന്ന്. പക്ഷേ ഞാൻ ഈ ജെല്ല് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ക്വിക്കായിട്ട് ജസ്റ്റ് വെക്കുക, 4 to 5 സെക്കൻഡ്സിൽ ക്യൂർ ആവും. അപ്പോൾ മറ്റേ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും UV റേസ് എക്സ്പോഷർ കുറവാണ് ഈ മെറ്റീരിയലിന്. അതുകൊണ്ട് ഇതൊരു നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി നേരം UV റേസിൽ എക്സ്പോസ്ഡായി വെക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ നെയിൽസ് ഞാൻ ചെയ്തു ഒരു 2 to 3 വീക്സ് ഈ നെയിൽസ് എൻ്റെ കയ്യിൽ കാണും. ഇത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഓരോ വീക്കും എനിക്ക് ഈ ലാമ്പിൻ്റെ അടിയിൽ കൈവച്ച് ഈ ഹാംഫുൾ റേസ് കയ്യിൽ പൊള്ളിക്കേണ്ട ആവശ്യം വരുന്നില്ല. 3 വീക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു മാസം ആവുമല്ലോ, ഓൾമോസ്റ്റ് ഒരു മാസം ആവുമല്ലോ. അപ്പം മന്ത്ലി വൺസ് ഞാൻ UV റേസിന് എക്സ്പോസ്ഡ് ആവുകയുള്ളൂ. ഇപ്പം ഞാൻ 2 കൈയിലും സോഫ്റ്റ് ജെൽ ടിപ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതെന്ന്. എവിടെ ലിഫ്റ്റ് ആയിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് ക്യൂർ ആയിട്ടുണ്ട്, എയർ ബബിൾസ് ഇല്ല, ഒന്നുമില്ല. കറക്റ്റ് ടെക്നിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണിത്. ഇതാണ് കാറ്റ് ഐ ജെല്ല്, സ്പേസ് UV ജെല്ല് എന്നാണ് ഇതിൻ്റെ പേര്. 3 സ്ട്രോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതിന് മുന്നേ ഞാൻ റെഡ് കളർ ഉപയോഗിച്ചിരുന്നു, അതും നല്ലതായിരുന്നു. ഇതൊരു ബേബി പിങ്കാണ്. ബേബി പിങ്ക് ആണെന്ന് പറഞ്ഞാലും ഒരു ജെല്ലി ടൈപ്പ് ടെക്സ്ചറാണ് കേട്ടോ. ടെക്സ്ചറും അതെ, ഇങ്ങനെ ഒരു ഗ്ലാസ് ജെല്ലി നെയിൽ പോലെ കാണും. അപ്പോൾ സാധാ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത് പോലെ നെയിലിൽ ഇത് അപ്ലൈ ചെയ്യുക. കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ.
ചെറിയ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലിറ്റേഴ്സ് കറക്റ്റായിട്ട് മൂവ് ആവില്ല. നല്ലപോലെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലിറ്റർ നല്ല എവിഡൻ്റായിട്ട് മൂവ് ആവുള്ളൂ. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം മാഗ്നറ്റ് ഉപയോഗിച്ച് ഈ മാഗ്നറ്റിൻ്റെ ടിപ്പ് നമ്മൾ ഓരോ സൈഡ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ഗ്ലിറ്റർ ഒരു സൈഡിൽ നിന്ന് ഇനൊരു സൈഡിലോട്ട് പോകും. ഒരു 3D എഫക്റ്റ്, അതായത് ഒരു ജെം സ്റ്റോണൊക്കെ ഇരിക്കുന്ന പോലെ ലൈറ്റ് റിഫ്ലക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് ഡിസൈഡായിട്ടുള്ള ഡിസൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലാമ്പിലേക്ക് വയ്ക്കുക. ഇതും ഈ നെയിൽ പോളിഷും വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് എവർ. കാരണം 3 to 4 സെക്കൻഡ്സിൽ ക്യൂറായി കഴിയും നെയിൽ പോളിഷ്. അത്ര ക്വിക്കാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഡു. കണ്ടോ? ഇതേപോലെ എല്ലാ ഫിംഗേഴ്സിലും ചെയ്യാണ്. ക്യൂർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു 3D എഫക്റ്റ് വരുന്ന കണ്ടോ? ഈ നൈറ്റ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് റിംഗ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഉള്ളത് കാരണം ആ 3D ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡേ ടൈമിൽ സൺലൈറ്റിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇത് ഒരു ലൈറ്റ് പിങ്കാണ്, ട്രാൻസ്പെറൻറ്റ് ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു നെയിൽ ലുക്കാണിത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്കൊരു ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ കാണിച്ച 6-in-1 നെയിൽ ഗ്ലൂ തന്നെ ടോപ്പ് കോട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ടോപ്പ് കോട്ട് ഉപയോഗിക്കുക, കാരണം ഞാനിത് ലാസ്റ്റ് 3 years ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് യൂസ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ജസ്റ്റ് നെയിൽ പോളിഷ് പോലെ മേളിൽ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുക, ക്യൂർ ചെയ്യുക. വിത്തിൻ സെക്കൻഡ്സ് അത് ക്യൂറായി കിട്ടും. ഇത് ടോപ്പ് കോട്ട് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നെയിൽ പോളിഷ് ചില സമയത്ത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴോ ഹൗസ് ചോഴ്സ് ലൈക്ക് പാത്രം കഴുകുക, തുണി കഴുകുക, അങ്ങനെ എന്തെങ്കിലും വിഗറസ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുമ്പോൾ നെയിൽ പോളിഷ് നെയിലിൽ നിന്ന് ചിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് കോട്ട് ഇടുന്നത്. ഈ നെയിൽ നമ്മൾ മാനുവലായിട്ട് റിമൂവ് ചെയ്യുന്നത് വരെ നെയിൽ പോളിഷ് ഒരു രീതിയിലും ചിപ്പായി പോവില്ല ടോപ്പ് കോട്ട് ഇട്ടാൽ. അപ്പം ഞാൻ 2 കൈയിലും ചെയ്ത് കഴിഞ്ഞു. സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എനിക്ക് ഈ ലുക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കിത് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയാമോ? ഈ ലോട്ടസ് ഇല്ലേ, ബേബി പിങ്ക് കളർ ലോട്ടസിൻ്റെ പെറ്റൽസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ ലവ് ദിസ് ആൽമണ്ട് ഷേപ്പ് ഓൾസോ. നമുക്ക് സലൂണിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ആർട്ട് പ്രോജക്റ്റ് പോലെ, ബേസിക്കലി ഒരു ആർട്ട് തെറാപ്പി പോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഈസി ആൻഡ് പ്രാക്ടിക്കൽ. മണി വൈസ് ഓൾസോ നിങ്ങൾ സലൂണിൽ പോയി ഇത്ര മണി സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടിലും വേർത്താണിത്. അതിൻ്റെ ഒരു ഹാഫ് പ്രൈസ് കൂടെ നിങ്ങൾക്ക് ചിലവാവില്ല. ഐ ഹോപ്പ് ദിസ് ട്യൂട്ടോറിയൽ ഹെൽപ്ഡ് യു. നിങ്ങൾക്കിത് ഒത്തിരി ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ട്രൈ ദിസ് അറ്റ് ഹോം. ഈ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് ഇതേപോലത്തെ വ്ളോഗ്സും ആർട്ട് ട്യൂട്ടോറിയൽസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി തിരിച്ചു വരുന്നവരെ സീ യു ഗൈസ്. ടേക്ക് കെയർ. ബൈ.